മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരാഴ്ച മുമ്പ് ഒരു ഫോട്ടോ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. നല്ല ഒരു അച്ഛൻ, നല്ല ഒരു പിതാവ് എന്നാരോ അടിക്കുറിപ്പും മേൽക്കുറിപ്പും കൊടുത്തിട്ടാണ് ഫോട്ടോ. ആരാധ്യനായ കേരള മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഫോട്ടോ ആണ്. നല്ല നല്ല ചൈതന്യമുള്ള ഫോട്ടോ. ആർക്കും അതൊന്ന് ഫ്രെയിം ചെയ്ത് അവനവന്റെ വീട്ടിൽ വെക്കണമെന്ന് തോന്നും. എന്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന വരികളും അട്രാക്റ്റീവാണ്. ബസ്സിന് കല്ലെറിയാനും റോട്ടിലൂടെ ഇൻകുലാബ് വിളിക്കാനും സമരം ചെയ്ത് പഠിപ്പ് മുടക്കാനും അതുപോലെ ദേശദ്രോഹ പ്രവർത്തികൾ ചെയ്യാനും ഒന്നും അനുവദിക്കാതെ തൻ്റെ മക്കളെ വളരെ ഉയർന്ന രീതിയിൽ കേരളത്തിന് പുറത്തും അകത്തും പഠിപ്പിച്ച് വലിയ കമ്പനികളിലെ ഉദ്യോഗസ്ഥരാക്കിയ മാതൃകാ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ ആണ്. ആ വരികളിൽ ധാരാളം അർത്ഥമുണ്ട്. മനസ്സിലാകേണ്ടവർക്കെല്ലാം മനസ്സിലാകും. അത് ഞാൻ വിവരിക്കാൻ നിൽക്കുന്നില്ല. അവനവന്റെ മക്കളെയും കുടുംബത്തെയും എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുകയും അതേ സമയത്ത് ഈ സ്ഥലം വരെ എത്താൻ മറ്റുള്ളവരുടെ മക്കളെയും കുടുംബത്തെയും ഉപയോഗിച്ച ആള് എന്നുള്ളൊരർത്ഥം വേണമെങ്കിൽ ദുർവ്യാഖ്യാനത്തിലൂടെ എടുക്കാം. അങ്ങനെയൊന്നും നോക്കണ്ട തൽക്കാലം. അത് കഴിഞ്ഞ് ഒരെണ്ണം ഇന്നലെ കണ്ടു. അതിഗംഭീരമായിട്ട് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സാറ് ഗുരുവായൂരിൽ ചെന്ന് പുഷ്പാഞ്ജലി നടത്തിയപ്പോ അതിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടില് ശത്രു സംഹാര ഹോമം അതുപോലെ മന്ത്രാലാപനമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കാനൊന്നും നിൽക്കണില്ല. ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവും എന്നുള്ളത് എനിക്കറിയാം. വാട്സപ്പിലൂടെ പോകുന്നുണ്ട് അത്. അപ്പൊ എനിക്ക് വളരെ അത്ഭുതം തോന്നി. സെൻകുമാർ മെഡിക്കൽ ലീവും സെൻകുമാർ മെഡിക്കൽ ക്ലെയിമും ഒക്കെ ചെയ്തതിന് കോടതിയിൽ കേസ് കൊടുത്ത് നളിനി നെറ്റോയെ കൊണ്ട് അദ്ദേഹത്തിന് കുത്തുവാളെടുപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി ഭർത്താവിന് പഴംപൊരി വാങ്ങിച്ചു കൊടുത്തത് റീഇംബേഴ്സ് ചെയ്യുക, ഷവർമയോ പിസയോ ഒക്കെ കഴിച്ചതൊക്കെ ആയുർവേദ മെഡിസിന്റെ ഭാഗമാക്കുക, ഗ്ലാസിന് പറ്റിയ ഫ്രെയിം 28,500 രൂപ കൊടുത്ത് വാങ്ങിക്കുക, അതിലൊന്നിലും എൻക്വയറി ഇല്ലാത്ത എന്നാ പോലീസ് ഇൻസ്പെക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് നിയമപരമായിട്ട് ആക്ഷൻ എടുക്കാം. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. പറഞ്ഞു വന്നത് കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിലെ ശത്രു സംഹാരമാണ്. ഇങ്ങേതല്ലേ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ ഈശ്വര വിശ്വാസിയായിട്ട് പുഷ്പാഞ്ജലി നടത്തിയാൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ശത്രു സംഹാരം പ്രത്യേകിച്ച് പുഷ്പാഞ്ജലിയോ ഹോമോ ഒക്കെ നടത്തുമ്പോ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. തൃച്ചേന്നമംഗലത്തിലെ വേദ അർച്ചന കഴിഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൽ അഭിമാനം കണ്ടെത്തിയ CPM പ്രവർത്തകരോടും SFIയുടെയും DYFIയുടെയും പ്രവർത്തകരോടും മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ മിനിങ്ങാന്നും ഇന്നലെയുമായിട്ട് തിരുവല്ലായും ചെങ്ങന്നൂരിനും അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഭാഗവത സപ്താഹം ആ വേദിയൊക്കെ തകർത്ത് ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചില്ലേ? ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട്. പക്ഷെ നിങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ ഈ ശത്രു സംഹാരം ഹോമമൊക്കെ നടത്തുമ്പോ അത് ഇസ്രായേലിലുണ്ടായ ഹോമമാണോ, മെക്കയിലുണ്ടായ ഹോമമാണോ, മലപ്പുറത്തുണ്ടായ ഹോമമാണോ? അത് ഹിന്ദുവിന്റെ ആചാരം. ആരോ പറയുന്നതും കൂടി കേട്ടു. തൊട്ടടുത്തുള്ള വീട്ടുകാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഈ ഹോമം നടത്താൻ വന്ന സവർണ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ പൂണൂലിട്ട അധകൃതരെ ചവിട്ടി താഴ്ത്തിയ നമ്പൂതിരിമാരെ താമസിപ്പിക്കാൻ തൊട്ടടുത്തുള്ള വീട്ടുകളൊക്കെ ഒഴിപ്പിച്ച് അവിടെയാ താമസിപ്പിച്ചതെന്ന് അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ.
വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ അടവ് നയമോ, ഇതിനൊക്കെ എന്താ പറയുക? ഓരോ SFIക്കാരനും, നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, 10ാം ക്ലാസ്സിന് മുകളിൽ പഠിച്ചവരല്ലേ, DYFIക്കാരോടും യുവത്വത്തിന്റെ രക്തത്തിളപ്പുള്ളവരല്ലേ, ഈ ഉണ്ടംപൊരിയും കട്ടൻ കാപ്പിയും കുടിച്ചിട്ടും കഴിച്ചിട്ടുമാണ് ഞങ്ങൾ വളർന്നത്, വളർത്തിയത്, പാർട്ടി എന്ന് പറഞ്ഞവരല്ലേ. ഇപ്പൊ ഇവന് എന്താ ചെയ്യുന്നത്? നിങ്ങളെ കൊണ്ട് ഇതെല്ലാം എതിർപ്പ് ഉണ്ടാക്കുക, അവഹേളിക്കുക, അമ്പലങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവഹേളിക്കുക. അതേ സമയത്ത് പച്ചയ്ക്ക് ഡേ ടൈമില് കെ നായനാർ നിയമസഭാ കോംപ്ലക്സിൽ ഗണപതി ഹോമം നടത്തിച്ചത് രാവിലെ 3 മണിക്കാണ് വാസുദേവൻ നമ്പൂതിരിയെ കൊണ്ട്. അവനവൻ അത് ചെയ്തു എന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഇരുട്ടിന്റെ മറവിലാ ചെയ്തത്. രാവിലെ 3 മണിക്ക് നിയമസഭാ കോംപ്ലക്സിൽ ഗണപതി ഹോമം. ഇത് ശത്രു സംഹാര മൃത്യുഞ്ജയ ഹോമവും ശത്രു സംഹാര ഹോമവും എങ്ങനെ രാത്രി നടത്തുക? പുക പുറത്തേക്ക് വരില്ലേ? ഹോമം നടത്തുമ്പോ നാട്ടുകാരറിയില്ലേ? ആരാധ്യനായ കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ നിന്ന് നെയ്യ് കത്തുന്നതും നാളികേരം കത്തുന്നതുമായിട്ടുള്ള സ്മെല്ല് വരുമ്പോ അത് ചവറ് കത്തുന്നതാണെന്ന് വിചാരിക്കാനും പറ്റില്ലല്ലോ. ഹോമം തന്നെ എന്ന് വിചാരിക്കില്ലേ? തൊട്ടടുത്തുള്ള ശ്രീരാമക്ഷേത്രത്തില് നടന്ന് തോന്നുന്നു, അല്ല വേറെ ഏതോ ക്ഷേത്രത്തിലോ, അവിടുത്തെ കുളത്തിൽ ചെന്ന് നമ്പൂതിരിമാര്, അന്ന് വരെ ആ പ്രദേശത്തുള്ളവർ കാണാത്ത നമ്പൂതിരിമാര് കുളിച്ചു വരുമ്പോ നിങ്ങൾ എവിടേക്കാ വന്നതെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമ്പൂതിരിമാർക്ക് സന്തോഷമില്ലേ കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിലേക്കാ വന്നതെന്ന് പറയാൻ? അത് നാട്ടുകാർ അറിയില്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരിമാരെ കുളിക്കാതെ തന്നെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്തോളാൻ പറയണം. അവർ കുറച്ച് അവരുടേതായ സംസ്കാരമുള്ള സ്ഥിതിക്ക് അവർ കുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ടായിരിക്കും പലപ്പോഴും ചെയ്യുക. കുളമില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഭംഗിയായിട്ട് അമ്പലത്തിൽ കുളത്തിൽ പോയിട്ട് കുളിച്ചിവിടെ വന്നിട്ട് ശത്രു സംഹാര ഈ ഹോമമൊക്കെ നടത്തുമ്പോൾ നാട്ടുകാർ അറിയില്ലേ? അല്ല, അറിഞ്ഞാൽ കുഴപ്പമില്ലെന്നോ? പാർട്ടി പ്രവർത്തകരെ ഇത് ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ, പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാർക്കും ഒക്കെ ചെയ്യാം, അങ്ങനെയാണോ? ഏതായാലും ഞാൻ പെരുന്നയിലെ G. സുകുമാരൻ നായർ കി ജയ് പറയുന്നതിനേക്കാളും അഭിമാനത്തോടുകൂടി 100 പ്രാവശ്യം പറയാൻ തയ്യാറാണ് കടകംപള്ളി സുരേന്ദ്രൻ കി ജയ്, അതേപോലെ ഈ G. സുധാകരൻ കി ജയ്, അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ കി 100 ടൈംസ് ജയ്. നിങ്ങളൊക്കെ അറിയാതെ ആദിയിലേക്ക് ഒഴുകി വരും. എന്റെ ജ്യേഷ്ഠന്മാരുടെ പ്രായമുള്ളത് കൊണ്ട് മക്കളെ ഞാൻ വിളിക്കണില്ല, പിന്നെ തന്തമാരെന്ന് വിളിക്കാനുള്ള യോഗ്യതയുള്ള പാർട്ടീസ് ഒന്നും അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങളെല്ലാം ഈ നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കില്ല. ജ്യോതി ബസുവും SA ഡാങ്കയും ഒക്കെ പാർട്ടി പ്രവർത്തകരറിയാതെ ഗംഗയിൽ ചെന്ന് കുളിച്ച് തർപ്പണം കൊടുക്കുന്നവരാ. എച്ചിലൂരിയാണെങ്കിലും യെച്ചൂരിയാണെങ്കിലും അവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാ. ഇന്നും നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല ജനറലി എച്ചിലൂരി, കാരണം കഴുത്തിൽ പൂണൂലുണ്ട്, പിന്നെ അതിന്റെ മുകളിൽ ബനിയനും ഷർട്ടും ഉള്ളത് കൊണ്ട് പുറത്ത് കാണില്ല. നിങ്ങളൊക്കെ അകത്തൊന്നും പുറത്തൊന്നുമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് SFIക്കാരോടും DYFIക്കാരോടും ചെറുപ്പക്കാരായവരോടും, നിങ്ങൾ കുറെ കാലം അവരെ പോലെ ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിച്ച് പിന്നെ തിരിച്ചു വരുന്നതിന് പകരം മക്കളെ ഇവിടെ ഇരുന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാം. നിങ്ങൾ CPMന് വേണ്ടി തന്നെ പ്രവർത്തിക്കണം, SFIക്ക് വേണ്ടി പ്രവർത്തിക്കണം, DYFIക്ക് വേണ്ടി പ്രവർത്തിക്കണം. അഭിമാനത്തോടു കൂടി ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി ജനിച്ചു വളർന്ന് ഈ പവിത്ര ഭൂമിയിൽ ചാരമായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് DYFIക്കും SFIക്കും വേണ്ടി പ്രവർത്തിക്കണം. പകല് CPMും രാത്രി തീവ്രവാദിയുമാവുന്നവന്റെ കൂട്ടത്തിൽ പ്രസംഗിക്കുന്നതിനേക്കാളും പ്രവർത്തിക്കുന്നതിനേക്കാളും നല്ലത് ഇതാ. അവനൊന്നും കാര്യത്തോടടുക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ട് തരില്ല മക്കളെ. നിങ്ങൾക്ക് വോട്ട് തരുന്ന 96% ഹിന്ദുക്കളാണ്. അത് കാരണം ഹിന്ദുവായി നിന്നുകൊണ്ട് നിങ്ങളെ ഹിന്ദുവാണെന്ന് പറയിപ്പിക്കും ഈ രാഷ്ട്രം. അതാണ് ഈ രാഷ്ട്രത്തിന്റെ പ്രത്യേകത. ഈ രാഷ്ട്രം അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ഹരിശ്രീ ഗണ തപയേ നമഃ എന്ന് എഴുതിച്ചു, മറ്റേ ആളെ കൊണ്ട് ഹരിശ്രീ ഗണ പതയേ നമഃ എന്ന് എഴുതിച്ചു. വിവേകാനന്ദൻ തനി വർഗീയവാദിയാണെന്ന് EMS പറഞ്ഞു.
ആ വിവേകാനന്ദന്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിക്കേണ്ടി വന്നു. നാരായണ ഗുരുദേവനെ കുരിശിലേറ്റി ആ നാരായണ ഗുരുദേവന്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിക്കേണ്ടി വന്നു. ആ നാരായണ ഗുരുദേവന്റെ ശിവഗിരി തീർത്ഥാടനത്തിന് നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകേണ്ടി വന്നു. നാരായണ ഗുരുദേവൻ കാലാതീതമായ ചൈതന്യമാണ്. ഏതായാലും നാരായണ ഗുരുദേവൻ കമ്മ്യൂണിസം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം നല്ല രീതിയിൽ ഹിന്ദുധർമ്മം മാത്ര ബുദ്ധന്റെ ത്യാഗത്തിന്റെയും ശ്രീകൃഷ്ണന്റെ ബുദ്ധിവൈഭവത്തിന്റെയും നിറമായിട്ടുള്ള മഞ്ഞ കൊടുത്തോണ്ടാ വരാൻ പറഞ്ഞത്. CPM-ന്റെ കളറ് ഉള്ള കൊടിയെ മഞ്ഞ മുക്കിയിട്ട് എടുത്തോണ്ട് വരാനല്ല പറഞ്ഞത്. അന്ന് പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ പാർട്ടി ഇല്ല, ഇന്നും ആ പാർട്ടി ഇല്ല. അത് ജനിച്ചു, നിലനിന്നു, ചത്തു. പ്രവർത്തകരുണ്ട്, അവരാണ് ശത്രു സംഹാര മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുന്നത്. ആരാണാവോ ഇവരുടെയൊക്കെ ശത്രുക്കള്? അവരുടെ ശിഷ്യന്മാര് നേരിടുന്ന വ്യക്തികളാ ശത്രുക്കള്. ഏതായാലും ഞാൻ വീണ്ടും പറയുന്നു, കടകംപള്ളി സുരേന്ദ്രൻ കി ജയ്, അതുപോലെ തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ കി ജയ്, ഹരിശ്രീ ഗണപതപയേ നമഃ എഴുതിയ അച്യുതാനന്ദൻ കി ജയ്, ഹരിശ്രീ ഗണപതയേ നമഃ എഴുതിയ പിണറായി വിജയൻ കി ജയ്, ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും പഠിപ്പിച്ച അവരുടെ മക്കൾ കി ജയ്, ശ്രീകൃഷ്ണനെ എന്നെ ശ്രീകൃഷ്ണനോട് ഉപമിക്കേണ്ട എന്ന് പറഞ്ഞ തലയ്ക്ക് അല്പം വെളിവില്ലാത്ത ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആ പറഞ്ഞത് നന്നായി. എന്നെ ശ്രീകൃഷ്ണനുമായിട്ട് ഉപമിക്കേണ്ട എന്ന് പറഞ്ഞത് അവർക്ക് നല്ല ബോധമുണ്ട്. ശ്രീകൃഷ്ണൻ അവഹേളിക്കപ്പെടുകയാണ് ചെയ്തതെന്ന്. വേണ്ടെന്ന് വെച്ചത് നന്നായി. ഏതായാലും നല്ലതുണ്ട്. അഗ്നേ നയ സുപദാരായേ അസ്മാൻ വിശ്വാനി ദേവ വൈനാനി വിദ്വാൻ യുയുദ്ധ്യസ്മരുരാണമേനോ ഭൂയിഷ്ടാം തേനമ ഉക്തിം വിദ്യമ. നല്ല വഴിയിലൂടെ ഞങ്ങളെ നയിക്കുക. ഞങ്ങളെയല്ല, CPM-കാരെയും DYFI-കാരെയും SFI-കാരെയും. നല്ല വഴി ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദു ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് CPM-ന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രനും KT ജലീലുമെല്ലാം അവർക്ക് മാതൃകയാവട്ടെ. ആത്മീയതയുടെ കാര്യത്തില് പ്രണാമം, നമസ്കാരം.